ഞാൻ ആദ്യമായിട്ട് സിൽവർ ലൈനിൽ എത്തുന്നത് വേറെ പല ഹോസ്പിറ്റലിലും നമ്മൾ 2-3 വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ഡയബറ്റിക്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മൾ അവിടെ പോയി നമുക്ക് അവിടുത്തെ ചില കാര്യങ്ങൾ നമ്മളായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവിടെ വലിയ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എപ്പോഴും കാണുന്നൊരു ഇഷ്യൂ വലിയ സെറ്റപ്പും എല്ലാ കാര്യങ്ങൾക്കും കണ്ടമാനം ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് സിൽവർ ലൈൻ. അപ്പോൾ സിൽവർ ലൈനിൽ വന്നു കഴിഞ്ഞ് സിൽവർ ലൈനിൽ വരുമ്പോൾ 2 കാര്യം. ഒന്ന്, ഡോക്ടർ ടോമിനെയാണ് ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെ ടോമിനെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് ടോമിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഹോൾ ഫാമിലി എല്ലാവരും അവിടുത്തെ പേഷ്യൻസ് ആണ്. അപ്പോൾ അവിടെ സിൽവർ ലൈനിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തന്നെ വളരെ ഹോസ്പിറ്റലിൽ അങ്ങനെ വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. നമുക്ക് വളരെ കോമ്പാക്റ്റ് ആണ്. പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തി നമുക്ക് പോരാൻ പറ്റും. ഡോക്ടർ ടോമും ടീമും എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് സ്റ്റാഫും ബാക്കി ഉള്ള സപ്പോർട്ട് സർവീസ് സ്റ്റാഫും എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളാണ്. ഈവൻ അവിടെ നമ്മൾ റൂമിൽ അഡ്മിറ്റ് ചെയ്താൽ വരെ അവിടെയുള്ള നേഴ്സുമാരും നേഴ്സിംഗ് കെയറും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലായിട്ട് ഫീൽ ചെയ്യാതെ അവർ നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ട് നടക്കും. അതുകൊണ്ട് ഐ എം വെരി താങ്ക്ഫുൾ ടു ടോം ആൻഡ് ടീം ആൻഡ് ഹോൾ സിൽവർ ലൈൻ ഹോസ്പിറ്റൽ. ഞാൻ ഇപ്പോൾ പലരെയും നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് പലരെയും അവിടേക്ക് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അവിടെ ചെന്നവരെല്ലാവരും, ബാക്കിയുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും, എസ്പെഷ്യലി എൻ്റെ ക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും നമ്മളോട് നല്ല ഫീഡ്ബാക്കാണ് എപ്പോഴും കിട്ടാറ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കീപ് ഗോയിങ്. ഓൾ ദ സപ്പോർട്ട് സർവീസ് ആൻഡ് ഓൾ ദ സർവീസസ്